എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണ്, ഹാർട്ടിന്റെ ആരോഗ്യത്തിനായിട്ട് മീനെണ്ണ, ഫിഷ് ഓയിൽ, ഒമേഗ 3 സപ്ലിമെന്റ്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒമേഗ 3 സപ്ലിമെന്റ്സിനെക്കാളും എത്രയോ ചീപ്പായിട്ടുള്ള, എത്രയോ വില കുറഞ്ഞ, പക്ഷേ അതിനേക്കാളും എഫക്റ്റീവ് ആയിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സാധാരണ ഭക്ഷണ പദാർത്ഥം. അത് ക്യാപ്സ്യൂളായിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല, അതിനകത്ത് ഒരു കണ്ടാമിനേഷനും ഉണ്ടാവില്ല, അത്രക്ക് ശുദ്ധമാണ്. ഇതെന്താണെന്ന് പറയുന്നതിന് മുമ്പായി നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു പീസ് കീപ്പറാണ്. എന്ന് വെച്ചാൽ രക്തധമനികളുടെ നീർക്കെട്ടില്ലാതാക്കുന്നുണ്ട്, രക്തധമനികളുടെ ഉൾഭാഗം സ്മൂത്ത് ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഹൃദയത്തിന്റെ മിടിപ്പിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്, രക്തം കട്ട പിടിക്കുന്നത് തടയുന്നുണ്ട്. ഫിഷ് ഓയിൽ സപ്ലിമെന്റുകൾ, മീനെണ്ണ ഗുളികകൾ, ഒരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ അതിനൊരു പ്രോബ്ലം ഉണ്ട്. ഈ സപ്ലിമെന്റുകൾ നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ ദഹനം പലപ്പോഴും പര്യാപ്തമല്ല. അതുപോലെ തന്നെ ചീപ്പായിട്ടുള്ള സപ്ലിമെന്റ് ആണ് വാങ്ങി കഴിക്കുന്നതെങ്കിൽ അതിനകത്ത് വേണ്ട രീതിയിൽ ഒമേഗ 3 ഉണ്ടാവുകയില്ല. അതിനും പുറമെ മെർക്കുറി പോലുള്ള ലോഹങ്ങളുടെ ഒരു കണ്ടാമിനേഷൻ പല ഗുളികകളിലും കാണാറുണ്ട്. ഇനി നമ്മൾ ഇതിന് പകരമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഭക്ഷണ പദാർത്ഥം, അതിന് ഈ പറഞ്ഞ ദോഷങ്ങളൊന്നുമില്ല. മാത്രമല്ല അതിന് 5 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം, രക്തത്തിലെ ഷുഗറിന്റെ അളവ് കുറക്കുന്ന ഫൈബർ കണ്ടന്റ് ഒരുപാടുണ്ട് ഇതിനകത്ത്. രണ്ടാമത്തേത്, രക്തധമനികളുടെ ഇൻഫ്ലമേഷനും നീർക്കെട്ടും ഇത് കണ്ടമാനം കുറക്കുന്നുണ്ട്. മൂന്നാമത്തേത്, രക്തധമനികളുടെ ഇലാസ്റ്റികത നിലനിർത്തുന്നുണ്ട്. നാലാമത്തേത്, BP കുറക്കുന്നുണ്ട്. അഞ്ചാമത്തേത്, ഹാർട്ടിലെ ബ്ലോക്കിനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട്. ഏതാണ് ഈ അത്ഭുത ഹീറോ? ഇതാണ് ഫ്ലാക്സ് സീഡുകൾ, ചണ വിത്തുകൾ. ഫ്ലാക്സ് സീഡിനകത്ത് ഒരുപാട് ആൽഫ ലിനോലെനിക് ആസിഡുകളുണ്ട്. ഇത് ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡ്. മാത്രമല്ല ഫ്ലാക്സ് സീഡിനകത്ത് ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉണ്ട്. ഫ്ലാക്സ് സീഡ് നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് അരച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വെറുതെ ഫ്ലാക്സ് സീഡ് കഴിക്കുകയാണെങ്കിൽ അത് ദഹിക്കാതെ പുറത്തേക്ക് പോകും. എങ്ങനെയാണ് ഫ്ലാക്സ് സീഡ് ഉപയോഗിക്കുക? നമ്മൾ തൈര് കഴിക്കുമ്പോൾ അതിന് പുറമെ അത് സ്പ്രിങ്കിൾ ചെയ്യാം, അതല്ലെങ്കിൽ ഓട്സിനകത്ത് സ്പ്രിങ്കിൾ ചെയ്യാം. ഇനി ദോശ ഉണ്ടാക്കുമ്പോൾ ദോശ മാവിനകത്ത് മിക്സ് ചെയ്യാം, ചപ്പാത്തി പൊടിക്കകത്ത് മിക്സ് ചെയ്യാം. ഒരുപാട് പഠനങ്ങളിൽ ഫ്ലാക്സ് സീഡിന്റെ ഗുണങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കാശ് മുടക്കി മീനെണ്ണ ഗുളികകളും ഒമേഗ 3 സപ്ലിമെന്റ്സും കഴിക്കുന്നവർ ഫ്ലാക്സ് സീഡിനു വേണ്ടി ഒന്ന് പുനർചിന്തിക്കുക.